Hi, children. Here we are discussing taxonomic aids. We are studying about the taxonomy. What is taxonomy? It is the identifying, naming, classifying organisms. For that, we divided it into different taxa based on the similarities and dissimilarities and arrange them in a hierarchical order, taxonomic hierarchy. We have studied. അല്ലേ നമുക്ക് ഈ ലോകത്ത് എന്താണ് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഓർഗാനിസത്തിനും ഉണ്ട്. നമ്മൾ പ്ലാന്റ്സ് ആനിമൽസ് ആണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ മൈക്രോസ്കോപ്പിക് ഓർഗാനിസം ഉണ്ട്. അപ്പൊ അതിനെല്ലാം ഇതുപോലെ ടാക്സോണമി കാറ്റഗറീസ് വെച്ചിട്ടാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ടാക്സോണമി നമ്മൾ സ്റ്റഡി ദ ഹ്യൂമൻ ബീങ്. നമുക്കൊരു ടാക്സോണമിക് ഹൈറാർക്കി നോക്കുകയാണെങ്കിൽ ഹ്യൂമൻ ബീങ് എങ്ങനെയാണ്? സ്പീഷീസ് നമുക്കറിയാം സാപ്പിയൻസ് ആണെന്ന്. സാപ്പിയൻസ് എന്ന് വെച്ചാൽ എന്താ? ആ സാപ്പിയൻസ് എല്ലാ സാപ്പിയൻസിൻ്റെയും വിത്ത് ഹൈറ്റ് ഫോർഹെഡ് എന്നാണ് പറയാം, നെറ്റ് ഉയർന്നതും തിൻ സ്കൾ ബോൺസുമുള്ള ഹോമോ എന്ന ജീനസിലെ ആ ആൾക്കാരെയാണ് സാപ്പിയൻസ് എന്ന് പറയാം. ഓക്കെ, അതുപോലെ ഹോമോ എന്ന ഗ്രൂപ്പ് എന്താണ് കാര്യം? ഹോമിനിഡ്സ് എന്ന ഫാമിലിയിൽ ആർക്കൊക്കെയാണോ അപ്രൈറ്റ് പോസ്റ്റർ ആൻഡ് ലാർജ് ബ്രെയിൻ ഉള്ളത് അവരായിരിക്കും ജീനസ്. അതുപോലെ പ്രൈമേറ്റ്സ് നോക്കുകയാണെങ്കിൽ ആ ഓർഡർ പ്രൈമേറ്റ്സ്, ആ പ്രൈമേറ്റ്സിൽ ആരൊക്കെയാണോ ഫ്ലാറ്റ് ഫേസും 3 ഡയമെൻഷണൽ വിഷനും ഉള്ളത് ആ ഗ്രൂപ്പുകാരെല്ലാവരെയും ഹൊമിനിഡ്സ് എന്ന് പറയും. അപ്പോൾ മാമൽസ് എന്ന ഒരു ക്ലാസ്സിൽ ആർക്കൊക്കെയാണോ കോളർ ബോണും ഗ്രാസ്പിംഗ് ഫിംഗേഴ്സും ഉള്ളത് അവരെയാണ് പ്രൈമേറ്റ്സ് എന്ന് പറഞ്ഞത്. അതുപോലെ കോർഡേറ്റ്സ് എന്ന ഫൈലത്തിൽ ആരൊക്കെയാണോ ദാറ്റ് ഈസ് ഹെയർസ് ആസ് വെൽ ആസ് മിൽക്ക് ഗ്ലാൻഡ്സ് പ്രസന്റ് അവരെയാണ് മാമൽസ് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ ക്ലാസ് മാമേലിയയിൽ പെട്ടത്. അങ്ങനെയാണ് നമ്മൾ ഈ ഹൈറാർക്കി ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഹ്യൂമൻ ബീങ്സിന് വേണ്ടിയിട്ട് നമ്മളൊരു ടാക്സോണമിക് ഹൈറാർക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ഓരോ ജീവികളെ നമ്മൾ കിട്ടുമ്പോൾ അടുത്ത ഒരു സ്റ്റഡീസിൽ നമുക്ക് എങ്ങനെയാണ് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ജീവിനെ ഒരു ന്യൂ ഓർഗാനിസത്തിന് കിട്ടിയ അതിൻ്റെ ടാക്സോണമി എങ്ങനെയായിരിക്കും, അത് ഏത് ഫൈലത്തിലായിരിക്കും, ഏത് ഓർഡറിലായിരിക്കും എന്നൊക്കെ എങ്ങനെയാ അറിയുക? അതിന് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അതിന് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് നമുക്ക് ടാക്സോണമിക് എയ്ഡ്സ് എന്ന് പറയാൻ സാധിക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് ടാക്സോണമി സ്റ്റഡി? ഇങ്ങനെ നമ്മൾ ഓരോന്നിൻ്റെയും കാര്യങ്ങളൊക്കെ അറിയേണ്ടത് എന്തിനാ? ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ അഗ്രികൾച്ചർ, ഫോറസ്റ്ററി, ഇൻഡസ്ട്രി, മെഡിക്കൽ ഫീൽഡ് എക്സെട്ര. ഇത് പരിചയമുണ്ടല്ലോ ഈ ഫിഗർ. ഓക്കെ, അപ്പോൾ ഇതിന് ഇപ്പം നമ്മൾ ഒരു ന്യൂ ഓർഗാനിസം ആയിട്ട് അല്ലേ, അത് ഏത് കാറ്റഗറിയിൽ പെട്ടതാണ്, ഏത് പർട്ടിക്കുലർ ഡിവിഷനിൽ പെട്ടതാണ് എന്ന് കൃത്യമായി അറിയാനായിട്ട് ഇതുപോലെ ടാക്സോണമിക് സ്റ്റഡീസ് ആണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ടാക്സോണമി സ്റ്റഡീസിന് എന്തൊക്കെ ആവശ്യമുണ്ട് നമുക്കറിയാം. ഇതിനെപ്പറ്റി നമുക്ക് അറിയണമെങ്കിൽ ഇൻറ്റൻസീവ് ലബോറട്ടറീസ് ആവശ്യമുണ്ട്, അതുപോലെ ഫീൽഡ് സ്റ്റഡീസ് ആവശ്യമുണ്ട്, ട്രെയിനിങ്സ് ആവശ്യമുണ്ട്. ഇത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ട്രെയിനിങ് കൊടുക്കാൻ കുറച്ച് ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കണമല്ലോ. അപ്പോൾ ആ ട്രെയിനിങ്സ് ആവശ്യമുണ്ട്. പിന്നെ ഇതിനു മുൻപ് ഇതുമായി ബന്ധപ്പെട്ട ഇതിനു മുൻപ് എന്തെങ്കിലുമൊക്കെ കണ്ടെത്തിയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻസ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. അപ്പോൾ സ്റ്റോറിങ് ഫെസിലിറ്റീസ് വേണം ഫോർ ഗാതേർഡ് ഇൻഫർമേഷൻ. അതുപോലെ സ്പെസിമെൻസ് അടക്കം നമുക്ക് അത് സ്റ്റോർ ചെയ്ത് വെക്കാൻ ഫ്യൂച്ചർ സ്റ്റഡീസിന് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. അപ്പം ഇത്രയും കാര്യങ്ങൾ ആവശ്യമാണ് ഒരു ടാക്സോണമി സ്റ്റഡീസിന്. അങ്ങനത്തെ ഈ കാര്യങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്യാനുള്ള ആ റിക്വയർമെൻറ്റ്സിന് പറയുന്ന പേരാണ് ടാക്സോണമിക്കൽ എയ്ഡ്സ്. The taxonomical aids are techniques, procedures, stored informations that are helpful in identification and classification of organisms. Okay, which are the techniques or procedures and the stored informations that are helpful for taxonomy. They are called taxonomical aids. And that taxonomical aids help for identifying a newly discovered organism.
അപ്പോൾ വിച്ച് ആർ ദ ടാക്സോണമിക്കൽ എയ്ഡ്സ്? നമുക്കിവിടെ കുറേ ടാക്സോണമിക്കൽ എയ്ഡ്സ് പറയുന്നുണ്ട്. ഇതിൽ ബൊട്ടാണിക്കൽ ഗാർഡൻ, ദെൻ സുവോളജിക്കൽ പാർക്ക്, മ്യൂസിയം, ഹെർബേറിയം ആൻഡ് ദ കീസ്. ഇതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൂടുതൽ ഡിസ്ക്രിപ്ഷൻസ് തന്നിട്ടുള്ളത്. ഇതെല്ലാം കുറച്ച് ഡോക്യുമെന്റ്സ് ആണ്. മാനുവൽ, ഫ്ലോറ, മോണോഗ്രാഫ്, അതൊക്കെ കുറച്ച് എന്താണ് ദാറ്റ് ഈസ് സം ഡോക്യുമെന്റ്സ് ആണ്. മറ്റേതെല്ലാം കുറച്ച് ഇത്തിരി ഡിസ്ക്രിപ്ഷൻസ് ആവശ്യമുള്ളതാണ്. നമുക്ക് നോക്കാം. ദെൻ വാട്ട് ഈസ് ഫസ്റ്റ് ഹെർബേറിയം. ഇത് ചിലപ്പോൾ നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ? നമ്മൾ വളരെ കുഞ്ഞിതിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. വെറുതെ നല്ലൊരു പൂ കിട്ടിയാലോ ഇല കിട്ടിയാലോ ഒക്കെ നമ്മൾ പുസ്തകത്തിന്റെ ഇടയിലൊക്കെ വെച്ച് അതൊന്ന് ഡ്രൈ ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഇത് എന്തിനാണ്, ഈ പർപ്പസ് എന്തൊക്കെയാ കാര്യങ്ങൾ ഇവിടെ ഉള്ളത് എന്ന് നോക്കി നോക്കൂ. ഇറ്റ് ഈസ് എ ക്വിക്ക് റെഫറൽ ഷീറ്റ്. ദാറ്റ് ഈസ് ദ ഡെഫിനിഷൻ. ഹെർബേറിയം ഡെഫിനിഷൻ ചോദിച്ചാൽ ഇറ്റ് ഈസ് എ ക്വിക്ക് റെഫറൽ ഷീറ്റ് ഇൻ ടാക്സോണമിക്കൽ സ്റ്റഡീസ്. ഓക്കെ, ഒരു ക്വിക്ക് റെഫറൽ ഷീറ്റ് ആണ്. ആൻഡ് ഈസ് എ സ്റ്റോർ ഹൗസ് ഓഫ് കളക്റ്റഡ് പ്ലാന്റ് സ്പെസിമെൻസ് ദാറ്റ് ആർ ഡ്രൈഡ്, പ്രസ്ഡ്, പ്രിസർവ്ഡ് ഓൺ ഷീറ്റ്സ്. അപ്പൊ ആ പ്രൊസീജിയർ ആണ് അത്. എന്തെങ്കിലും ഒരു സ്പെസിമെൻ കളക്ട് ചെയ്ത് കിട്ടിയാൽ അതിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് 3 സ്റ്റെപ്പിൽ കൂടിയാണ്. ഒന്ന് ഡ്രൈ ചെയ്യും, പ്രസ് ചെയ്യും, പ്രിസർവ്ഡ് ഓൺ ഷീറ്റ്. മാത്രമല്ല ദാറ്റ് ഹെർബേറിയം ഷീറ്റ്സ്, ഇങ്ങനെ ഷീറ്റിലാണല്ലോ അത് പ്രിസർവ് ചെയ്യുന്നത്. അപ്പൊ ഷീറ്റ് ഓൾസോ ക്യാരി സർട്ടൺ ഇൻഫർമേഷൻസ്. എ ലേബലിംഗ് അതിനുണ്ടായിരിക്കണം. ആ ലേബലിംഗിൽ എന്തൊക്കെ വേണം? ഡേറ്റ് ആൻഡ് പ്ലേസ് ഓഫ് കളക്ഷൻ, എപ്പോഴാണ് അത് കളക്ട് ചെയ്തത്, എവിടെ നിന്നാണ് കളക്ട് ചെയ്തത്, അതൊക്കെ ഉണ്ടാവണം. പിന്നെ നെയിംസ് ഇൻ ഇംഗ്ലീഷ്, ലോക്കൽ ആൻഡ് ബൊട്ടാണിക്കൽ. ആ പേര്, ഇതിന്റെ ചെടിയുടെ പേര് എന്താണ്, നാട്ടിൽ എന്താണ് പറയുന്നത്, ഒരു ഇംഗ്ലീഷ് നെയിം എന്താണ്, ബൊട്ടാണിക്കൽ നെയിം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്താണ്, അത് കിട്ടുന്നവരെ അത് ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അത് ബൊട്ടാണിക്കൽ നെയിമായി മാറിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ അതും കൂടി ആഡ് ചെയ്തിട്ടുണ്ടാവും. ദെൻ ഫാമിലി, പിന്നെ കളക്ടേഴ്സ് നെയിം, പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെ ആ കണ്ടീഷൻസ് എല്ലാം ചെയ്തിട്ടാണ് ഈ ഒരു ഷീറ്റ് സൂക്ഷിച്ചു വെക്കുന്നത്. അപ്പൊ ദാറ്റ് ഈസ് ഹെർബേറിയം. അപ്പൊ ഹെർബേറിയത്തിൽ ലൈവ് പ്ലാന്റ് ആണോ ഡെഡ് പ്ലാന്റ് ഐറ്റംസ് ആണോ കാണുക? എസ്, ഡെഡ് പ്ലാന്റ് ഐറ്റംസ് ആണ്. ഇനി ബൊട്ടാണിക്കൽ ഗാർഡൻ, അപ്പൊ അവിടെ എന്ത് കാണും? ഇസ് എ ഗാർഡൻ ഫോർ ഗ്രോൺ ഫോർ സയന്റിഫിക് പർപ്പസ്. അപ്പൊ ഈ ഇവിടെ എന്താ കാണുക? ലൈവ് പ്ലാന്റ്സ് ആണ്. ആൻഡ് ദ പ്ലാന്റ്സ് ആർ ലാബിൾഡ് ഇൻഡിക്കേറ്റിംഗ് ഇറ്റ്സ് സയന്റിഫിക് നെയിംസ് ആൻഡ് ഫാമിലീസ്. നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഗാർഡൻസ് ഉണ്ടാവും, പക്ഷെ ഇവിടെയുള്ള ഗാർഡനിൽ ഓരോന്നിലും അത് എന്താണ് അതിന്റെ സയന്റിഫിക് നെയിം, അതിനെപ്പറ്റി എന്താണ് ഡിസ്ക്രിപ്ഷൻസ്, അങ്ങനെ അതെല്ലാം അതിന്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരു ഗാർഡൻ ആൻഡ് ഗ്രോൺ ഫോർ സയന്റിഫിക് പർപ്പസ്. മറ്റ് ഈ വക കാര്യത്തിനും കൂടി ആയിട്ട് വേണ്ടി വളർത്തി ഉണ്ടാക്കണു. വെറുതെ കാഴ്ച ഭംഗിക്ക് മാത്രമല്ല, ഫോർ സയന്റിഫിക് പർപ്പസ് ഓൾസോ. അത്തരത്തിലുള്ള ഒരു ഗാർഡനെയാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയാം. അപ്പൊ ഇമ്പോർട്ടൻ്റ് ആയ 3 ബൊട്ടാണിക്കൽ ഗാർഡന്റെ പേരുകളാണ് ഇംഗ്ലണ്ടിലെ ക്വിക്ക് ഗാർഡൻ ആൻഡ് ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡൻ. ഓക്കെ, ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അറ്റ് ലക്നോ. ദെൻ മ്യൂസിയം. മ്യൂസിയത്തിൽ നമുക്ക് ആരെ കാണാൻ പറ്റും? ഡെഡ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് അല്ലെ. ഫോർ ഫ്യൂച്ചർ സ്റ്റഡി ആൻഡ് റെഫറൻസ് ദേ ആർ പ്രിസർവ്ഡ്. എങ്ങനെയൊക്കെ പ്രിസർവ് ചെയ്യാൻ നോക്കൂ. കണ്ടോ, ഇൻസെക്ട്സ് സർട്ടൺ ഇൻസെക്ട് ബോക്സസിൽ പ്രിസർവ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് സൊല്യൂഷൻസിൽ പ്രിസർവ് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെയൊക്കെ സ്കൂൾ ലാബുകളിൽ സ്പെസിമെൻസ് ആർ പ്രിസർവ്ഡ് ഇൻ എ പർട്ടിക്കുലർ സൊല്യൂഷൻ, ഫോർമാലിഡിഹൈഡ്. ദെൻ പ്ലാന്റ് സ്പെസിമെൻസ് ആർ പ്രിസർവ്ഡ് ആസ് എ ഡ്രൈ സ്പെസിമെൻ. അതുപോലെ ലാർജ് അനിമൽസ് ആർ സ്റ്റഫ്ഡ് ആൻഡ് പ്രിസർവ്ഡ് അല്ലേ. കണ്ടോ, ഇത് എൻഡേഞ്ചേർഡ് ആനിമൽസ്, അതിനെ കുറച്ച് സ്ട്രക്ചേഴ്സ് അതിൻ്റെ കിട്ടിയപ്പോൾ അതിനെ സ്റ്റഫ് ചെയ്തിട്ട് അതേപടി സൂക്ഷിച്ചു വെച്ചേക്കാം. ദെൻ സ്കെലിട്ടൺസ് ഓഫ് അനിമൽസ് ആർ ഓൾസോ പ്രിസർവ്ഡ്. അങ്ങനെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് മെറ്റീരിയൽസ് ഓഫ് organisms are preserved for future study and references in the museum. A museum, in that we can see dead and live, dead plant and animal materials. Then zoological park, what is that? Here we can see wild animals as well as certain domestic animals are also protected in with the human care. Okay, വൈൽഡ് ആനിമൽസും പ്രൊട്ടക്ട് ചെയ്യാം. ചിലപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ഡൊമസ്റ്റിക് ആനിമൽസിനെയും
ഹ്യൂമൻ കെയർ കൊടുത്തിട്ട് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഹ്യൂമൻ കെയറോട് കൂടി പ്രൊട്ടക്ട് ചെയ്യുന്ന പ്ലേസസിന് പറയുന്ന പേരാണ് വൈൽഡ് ആനിമൽസ് ഓർ ദ ലൈവ് ആനിമൽസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന പേരാണ് സുവോളജിക്കൽ പാർക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ആനിമൽസ് ക്യാൻ എക്സിബിറ്റ്, അതിനെ കാണാൻ പോകാം, നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ദേ ആർ ദിസ് ടൈപ്പ് പ്ലേസസ്. ചില നമ്മൾ സാധാരണ സൂ എന്ന് പറയും, കോമൺ സൂ, നമ്മൾ സാധാരണ ഒക്കെ പോയി വിസിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ. പക്ഷെ അതല്ലാതെ ചില നാഷണൽ പാർക്ക് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നാഷണൽ പാർക്കിനെ വെച്ച് നോക്കുമ്പോൾ ഈ സൂവിനുള്ള പ്രത്യേകത എന്താ? നാഷണൽ പാർക്കിലും അവിടെ പ്രിസർവ് ചെയ്യും, കൺസർവ് ചെയ്യും. ബട്ട് ഹിയർ ദീസ് ഓർഗാനിസംസ് ആർ they can provide more attention, care to these wild animals. അതുകൊണ്ട് കുറച്ചുകൂടി നമ്മളുടെ ഒരു ശ്രദ്ധയിൽ അത് നശിച്ചു പോയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിയാൽ നമുക്ക് നാഷണൽ പാർക്കിനേക്കാൾ കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള കൺസർവേഷൻ ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല സൂ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ ഇറ്റ് എനേബിൾ അസ് ടു ലേൺ അബൌട്ട് ഫുഡ് ഹാബിറ്റ്സ് ആൻഡ് ബിഹേവിയർ. അവിടെ ചെന്ന് ഇങ്ങനെ നോക്കി നമുക്ക് അതിൻ്റെ ഫുഡ് ഹാബിറ്റ്സ്, അതിൻ്റെ സ്ട്രക്ചറൽ ഡീറ്റെയിൽസ്, അങ്ങനെ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ദാറ്റ് ഈസ് സുവോളജിക്കൽ പാർക്ക്. അപ്പോൾ സുവോളജിക്കൽ പാർക്ക് ഈസ് എ ടൈപ്പ് ഓഫ് ടാക്സോണമിക്കൽ എയ്ഡ്. അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് പല ജീവികളെയും നമുക്ക് പുതിയൊരു ജീവിനെ കാണുമ്പോൾ അത് അതുപോലെ ഉണ്ട്, അതുമായിട്ട് ചേർച്ചയുണ്ടോ എന്നൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ അതിനുള്ള സ്പെസിമെൻ ആയിട്ട് നമ്മൾ ഇതിനെ ഇവിടെ കൺസർവ് ചെയ്യണം. ദെൻ ടാക്സോണമിക് കീ. ടാക്സോണമിക് കീ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ടൂൾ. ഇതുവരെ പറഞ്ഞതൊക്കെ നമ്മൾ പ്രിസർവ് ചെയ്യുന്ന ചില ഏരിയ ആയിരുന്നു. ഇത് ഒരു ടൂളാണ്, എ ടൂൾ ഫോർ ഐഡന്റിഫൈങ് എ ന്യൂലി ഡിസ്കവേർഡ് ഓർഗാനിസം. ഒരു പുതിയ ജീവിനെ കിട്ടിയെന്ന് വിചാരിക്കുക, അപ്പോൾ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ടാക്സോണമിക് കീ. പുതിയ ജീവികൾ നോക്കൂ, ഇപ്പോൾ ഒരു 5 ജീവികൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ 5 ജീവികളെ നമുക്ക് ഒന്ന് ക്ലാസിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ടാക്സോണമിക് കീ. എന്ന് വെച്ചാൽ ഇവിടെ എന്താ, ഇറ്റ് ഇൻക്ലൂഡ് എ ചോയ്സ് ബിറ്റ്വീൻ 2 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്. 2 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് കൊടുക്കും. ആ ക്യാരക്ടേഴ്സ് വെച്ചിട്ട് തന്നിരിക്കുന്ന ജീവികളെ ഒന്ന് ക്ലാസിഫൈ ചെയ്യാം. നമ്മൾ നോക്കാട്ടോ, ഇത്രയും എണ്ണത്തിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്യാൻ കൊടുത്ത ഒരു 2 opposite options in pair that are called couplet. അപ്പോൾ ഇവിടെ കൊടുത്ത കപ്ലെറ്റ് എന്താ, ഹാസ് ഫോർ, നോ ഫോർ. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓർഗാനിസത്തിന് ആർക്കാണ് എയേഴ്സ് പ്രസന്റ്, ഫോർ പ്രസന്റ്, അതിനെ മാത്രം നമ്മൾ ഇവിടെ ഇട്ടു, ബാക്കിയുള്ളവരൊക്കെ നമ്മൾ ഇപ്പുറത്തേക്ക് ഇട്ടു. അപ്പോൾ വി ജസ്റ്റ് ക്ലാസിഫൈ അണ്ടർ എ സിംഗിൾ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഹാവിംഗ് 2 കോൺട്രഡിക്ടറി ഓപ്ഷൻസ് ആൻഡ് ദീസ് കോൺട്രഡിക്ടറി ഓപ്ഷൻസ് ഈസ് കോൾഡ് കപ്ലെറ്റ്. അപ്പോൾ കപ്ലെറ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ് ടാക്സോണമിക് കീ. ആൻഡ് ഹിയർ വൺ ഓപ്ഷൻ ഈസ് ആക്സെപ്റ്റഡ് ആൻഡ് ദ അതർ വൺ ഈസ് റിജക്റ്റഡ്. അപ്പോൾ എന്താ ഇവിടെ ആക്സെപ്റ്റ് ചെയ്തത്, ആസ് ഫോർ ഉണ്ട് എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്തപ്പോൾ ദേ ആർ മാമൽസ്. ഓക്കെ, അപ്പോൾ ഇല്ലാത്തതിനെ പിന്നെയും അവിടെ എല്ലാവരെയും കൂടി ഒരുമിച്ച് നിർത്തിയിരിക്കുകയാണ്. ഇനി അതിനെ വീണ്ടും നമ്മൾ ഒരു കീവേഡ് വെച്ച് നമ്മൾ അതിനെ വീണ്ടും അടുത്ത ഒരു ലീഡിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഹിയർ ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് വിത്ത് 2 ഓപ്ഷൻസ്, ദാറ്റ് ഈസ് feathers present, feathers absent. അപ്പോൾ feathers present, അപ്പോൾ എന്തായി, ബേർഡ്സ് ഇട്ടു. feathers absent, ബാക്കി 3 പേരും ഈ feathers absentന്റെ കൂടെ എടുക്കുക. അപ്പോൾ this statement is a lead. അഗെയിൻ അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് പോകാനുള്ള ഒരു ലീഡാണ്. അപ്പോൾ എന്തായി, ഫെർട്ടിലൈസേഷൻ, ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ, എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ. ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ വന്നത് റെപ്റ്റൈൽ, അഗെയിൻ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ, അവർ 2 പേരുണ്ട്. അപ്പോൾ അവരെ വീണ്ടും നമ്മൾ അടുത്ത ലീഡ് കൊടുത്തത് എന്താ, ഗിൽസ് പ്രസന്റ്, ഗിൽസ് ഇസ് ഓൺലി ഇൻ ലാർവ, ദാറ്റ് ഈസ് ഇൻ നോട്ട് ഇൻ അഡൽട്ട്. അപ്പോൾ കണ്ടോ ക്ലാസിഫൈ ചെയ്തത്. ദാറ്റ് ഈസ് taxonomic key is a tool which having 2 contradictory options called couplet, and one option may be accepted and the other one is rejected, and each statement in the key act as a lead. That is called taxonomic key. ഇനി വരുന്നത് കുറച്ച് ഡോക്യുമെന്റ്സ് ആണ്. അതിൻ്റെ കൂടെ കാറ്റലോഗും കൂടിയും ഉണ്ട്. ടെക്സ്റ്റിൽ അത് പറയാത്തോണ്ട് എഴുതിയില്ല. ഫ്ലോറ, മാനുവൽസ്, മോണോഗ്രാഫ് ആൻഡ് കാറ്റലോഗ്സ് എല്ലാം ഡോക്യുമെന്റ് ആണ്. റിട്ടൺ ഡോക്യുമെന്റ് കണ്ട, അതിങ്ങനെ എടുത്ത് സൂക്ഷിച്ചു വെക്കാനേ പറ്റുള്ളൂ. റിട്ടൺ ഡോക്യുമെന്റ്സ് ആൻഡ് റിട്ടൺ ഡോക്യുമെന്റ് അബൌട്ട് പ്ലാന്റ്സ് ഇൻ ദാറ്റ് ഗിവൺ ഏരിയ. ഒരു ഏരിയയിലെ ഫുള്ളായിട്ട് അതിൻ്റെ ഹാബിറ്റാറ്റ്, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ,
അങ്ങനെ ആ പ്ലാന്റ്സ് പെർട്ടിക്കുലർ ഏരിയയിൽ കാണുന്ന എല്ലാതും എഴുതിയിട്ടുള്ള ഒരു കാര്യമാണ് ഫ്ലോറ എന്ന് പറയുന്നത്. ഫ്ലോറ റിലേറ്റഡ് വിത്ത് ഓൾ ഡീറ്റെയിൽസ് അബൌട്ട് ദ പ്ലാന്റ്സ് ഇൻ എ ഗിവൺ ഏരിയ. അപ്പൊ നമുക്ക് ഒരു പർട്ടിക്കുലർ പ്ലാന്റിനെ കിട്ടിയ ആ പ്ലാന്റ് എവിടെയായിരിക്കും ആ ഒരു ഇതറിയണമെങ്കിൽ ഈ ഒരു ഫ്ലോറ എന്ന് പറഞ്ഞ ആ ഒരു ഡോക്യുമെന്റ് എടുത്ത് നോക്കിയാൽ ചിലപ്പോൾ ആ പ്ലാന്റിനെ പറ്റി അതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, അങ്ങനെ ഇതിനു മുൻപ് കണ്ടെത്തിയത് മുഴുക്കെ അങ്ങനെയുള്ള ഫ്ലോറയിൽ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇനി മാനുവൽസ് എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ഫോർ ഐഡന്റിഫിക്കേഷൻ ഓഫ് സ്പീഷീസ്. ഒരു സ്പീഷീസ് ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള ഇൻഫർമേഷനെ മാനുവൽസിൽ കാണുള്ളൂ. എന്നാൽ ഏതെങ്കിലും ഒരു ടാക്സൺ, സ്പീഷീസ് ഈസ് എ ടാക്സൺ അല്ലേ, അതുപോലെ ഏതെങ്കിലും ഒരു ടാക്സണിനെ പറ്റിയിട്ടുള്ള കാര്യമൊക്കെ എഴുതിയിട്ടുണ്ടാവും മോണോഗ്രാഫിൽ. അപ്പൊ മോണോഗ്രാഫിൽ ഏത് ടാക്സോണിനെ പറ്റിയിട്ട് വേണമെങ്കിലുള്ള ഇൻഫർമേഷൻ ഉണ്ടാവും. മാനുവൽസിലാണെങ്കിൽ സ്പീഷീസ് ലെവലിലുള്ള ടാക്സോണിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് മാനുവൽസിൽ കാണും. അപ്പൊ ഫ്ലോറ, മോണോഗ്രാഫ്, മാനുവൽസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒന്നുകൂടി നമ്മൾ സമപ്പ് ചെയ്താം. ടാക്സോണമിക്കൽ എയ്ഡ്സ് എന്ന് വെച്ചാൽ സ്പെസിമെനോട് കൂടിയിട്ടുള്ള എയ്ഡ്സ്. അതാണ് ഹെർബേറിയം, ബൊട്ടാണിക്കൽ ഗാർഡൻ, മ്യൂസിയം, സുവോളജിക്കൽ പാർക്ക്. ഇവിടെ കീ എന്ന് പറയുന്നത് സ്പെസിമെന്റെ ആ ഒരു സ്പെസിമെൻ വെച്ചിട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. ബട്ട് കീ ഈസ് എ ടൂൾ. ഓക്കെ, അപ്പൊ ഇതിന്റെ കൂടെ വരുന്നതല്ല, കീ ഈസ് എ ടൂൾ. ദെൻ എയ്ഡ്സ് വിത്തൗട്ട് സ്പെസിമെൻ ഓൺലി ഡോക്യുമെന്റ്സ്, ഫ്ലോറ, മാനുവൽ, മോണോഗ്രാഫ്, കാറ്റലോഗ്സ്. അപ്പൊ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ചിട്ടാണ് ഒരു പർട്ടിക്കുലർ ഓർഗാനിസത്തിനെ കിട്ടിയാൽ നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്ത് നെയിം ചെയ്യുന്നത്. നമ്മൾ വെറുതെ ഒന്ന് ആലോചിക്കുകയാണ്, നമ്മളിപ്പോ നിൽക്കുന്ന ഈ ഒരു ടേമിലാണ് അല്ലേ. നമുക്കറിയാം ഇങ്ങനെ ഈ എന്താണ് COVID-19 നമ്മൾ ഇത്രയും ഈ കൊറോണ വൈറസിനെ നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടാവുക കണ്ടോ. അതിനെ എങ്ങനെ ഇതുപോലെ ഓർഡർ ആക്കി, ഫാമിലി ആക്കി, സബ് ഫാമിലി ആക്കി, അതിൽ പർട്ടിക്കുലർ ജീനസ്. അപ്പൊ ഇതിനു മുൻപ് വന്നിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്, ഇതിനു മുൻപും സമാനമായിട്ടുള്ള ജീനസുകൾ കാണിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അങ്ങനെയാണ് ഒരു പർട്ടിക്കുലർ സ്പീഷീസിലേക്ക് ആ ഒരു ടാക്സോണമിക് കാറ്റഗറൈസ് ചെയ്യുന്നത്. നമുക്കറിയാം ഈ വർഷം നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഇയറാണ്. അകലങ്ങളിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ ഉദിച്ചു നിൽക്കുന്ന ഒരു വെളിച്ചത്തെ. നമുക്ക് പതിയെ അതിൻ്റെ അടുത്തേക്ക് എത്താം. ഓക്കെ, താങ്ക് യു.